ഇപ്പം ഇത്രയും നീണ്ടുപോകാൻ കാരണം എട്ടാം പ്രതിയായിട്ടുള്ള നടൻ പലതരത്തിലുള്ള ലിറ്റിഗേഷൻസായിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ്. ഇദ്ദേഹം ആ കേസിലില്ല എങ്കിൽ ഈ കേസ് എന്നേ തീർന്നു പോയേനെ. അദ്ദേഹത്തിന് വേണ്ടി പറയാനും അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും ധാരാളം ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പണമുണ്ട്. അപ്പോൾ ഒരു വിക്ടിമിന് നീതി കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കോൺസ്പിറസി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. ആ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ആ കോൺസ്പിറസി പ്രൂവ് ചെയ്യപ്പെടുക എന്നുകൂടിയാണ് ആ നടിക്ക് നീതി കിട്ടുക എന്ന് പറയുന്നത്. എൻ്റെ എട്ടാം പ്രതിയുടേത് ഗൂഢാലോചന കുറ്റമാണ്. ഒരു ഗൂഢാലോചന ഒരു കേസിൽ തെളിയിക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും അത് വാദിച്ച് ജയിക്കുക, തെളിയിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. കാരണം ഗൂഢാലോചനയ്ക്ക് മെറ്റീരിയലായിട്ടുള്ള എവിഡൻസ് കണ്ടെത്തുക, കൃത്യമായ സാക്ഷിമൊഴികളും ഉണ്ടാവുക. ഈ കാര്യത്തിൽ സാക്ഷികൾ കുറേയധികം കൂറുമാറിയ 28 സാക്ഷികൾ കൂറുമാറിയ ഒരു കേസ് കൂടിയാണ്. സാക്ഷികൾ കൂറുമാറിയതിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാതെ. കാരണം എല്ലാം എട്ടാം പ്രതിയുടെ ബന്ധുക്കൾ, എട്ടാം പ്രതിയുടെ ഭാര്യ അദ്ദേഹത്തിന് അനുകൂലമായല്ലേ പറയുള്ളൂ, നമ്മൾക്ക് അനുകൂലമായി പറയുമോ? അദ്ദേഹത്തിൻ്റെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ പെങ്ങൾ, അദ്ദേഹത്തിൻ്റെ അളിയൻ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികൾ, ഇവരാരും നമുക്ക് അനുകൂലമായി പറയില്ലല്ലോ. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അത്രയും ഉള്ളൂ എന്ന് കണക്കാക്കിയാൽ മതി. 260 സാക്ഷികളില്ലേ, അതിൽ 10-12 പേര് അത് ദിലീപുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവരാണ് കൂറുമാറി എന്ന് പറയുന്നവർ. ആ എവിഡൻസിനേക്കാൾ കൂടുതൽ എവിഡൻസ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രകൃതിയുടെ ഒരു കയ്യൊപ്പമുണ്ട്. അജസ് അത് എത്ര അത് കണക്കാക്കുമെന്ന് എനിക്കറിയില്ല. 2 ഘട്ടത്തിൽ ഈ കേസ് റീഓപ്പൺ ചെയ്യുകയും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്തത് നമ്മൾ പ്രത്യേകമായ തെളിവുകൾ കൊടുത്തിട്ടല്ല. ഇപ്പോൾ ദിലീപിനെ ജയിലിൽ നിന്ന് പൾസർ സുനി വിളിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് DGPക്ക് കൊടുത്ത കത്ത്, ആ കത്ത് ഫോർവേഡ് ചെയ്ത് വന്നിട്ടാണ് രണ്ടാമത്തെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ദിലീപ് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ബാലേന്ദ്രകുമാർ വന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എതിർഭാഗത്തിന് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ടാവാം. പക്ഷേ എങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് വിക്ടിം ഉണ്ടാക്കി കൊടുത്ത തെളിവുകളായിരുന്നില്ല, തെളിവുകൾ വന്നു ചേർന്ന തെളിവുകളായിരുന്നു. ഒന്നാം ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ചാർജ് ഫ്രെയിം ചെയ്ത് ദിലീപിനെ ഒഴിവാക്കി കേസ് ചാർജ് ഫ്രെയിം ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതാണ്. സ്വാഭാവികമായി അതിൻ്റെ ട്രയൽ നടക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിലാണ് ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വരികയും മെമ്മറി കാർഡ് തന്നെ രണ്ടാമതെടുത്ത് ഫോറൻസിക്കിൽ നിന്നും കൊണ്ടുവന്ന് വെച്ച് അത് എവിഡൻസിലേക്ക് മാർക്ക് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നത്. അതിന് എത്ര വലിയ സ്ട്രഗിൾ നമ്മൾ നടത്തി. ജുഡീഷ്യറിയെ സംബന്ധിച്ച് തന്നെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആളുകളെല്ലാം വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടായി. ജഡ്ജിക്കെതിരായിട്ടുള്ള പല ആരോപണങ്ങൾ പറയേണ്ട നിവൃത്തിയില്ലായ്മ കൊണ്ട് നമുക്ക് പറയേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ജുഡീഷ്യറിയെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണ്.